ഇപ്പോൾ നമ്മളോടൊപ്പം CPM നിരീക്ഷകൻ അഡ്വക്കേറ്റ് അസ്കർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിജിത്ത്, ഞാൻ ശ്രീ അസ്കറിലേക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അഡ്വക്കേറ്റ് അസ്കർ, ഈ നടപടിയെ താങ്കൾ എങ്ങനെ കാണുന്നു? സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന ജില്ല, കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു വിഭാഗം പ്രവർത്തകർ സേവ് CPM എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. കുലശേഖരപുരത്ത് നമ്മൾ കണ്ട ഈ തമ്മിൽ തല്ല്, ഇതൊക്കെ CPM നേതൃത്വത്തെ, സംസ്ഥാന നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളല്ലേ? ഇതിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ അച്ചടക്ക നടപടി അതെന്ത് ഫലമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ജില്ലയിലെ ഏറ്റവും ശക്തമായ പാർട്ടി സംവിധാനമുള്ള ഒരു ഏരിയ കമ്മിറ്റിയാണ് കരുനാഗപ്പള്ളി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള, അടിസ്ഥാനപരമായി സംഘടനാ പ്രശ്നങ്ങൾ കൂടി നേരിടുന്ന ഒരു ഏരിയ കമ്മിറ്റിയാണ്. സ്വാഭാവികമായും 2002 സമാനമായിട്ടുള്ള പാർട്ടി പ്രതിസന്ധി നേരിട്ടിട്ടുള്ള ഒരു ഏരിയ കമ്മിറ്റിയാണ്. പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി സഖാവ് പരമേശ്വരൻ പോറ്റി അടക്കമുള്ള ആളുകൾ, പാർട്ടിയുടെ ഏറ്റവും നെടുന്തൂണായി കരുനാഗപ്പള്ളി നിന്നിരുന്ന ആളുകൾ പാർട്ടി വിട്ട് മുൻ നേതാവ് CITU നേതാവ് VB ചെറിയാൻ പക്ഷത്തോടൊപ്പം പോവുകയും പുതിയ പാർട്ടി രൂപീകരിക്കുകയും അതിശക്തമായ പ്രതിസന്ധി പാർട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ഏരിയ കമ്മിറ്റിയാണ്. PR വസന്തനെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർ തുടർന്ന് വന്ന് കെട്ടിപ്പടുത്തിയിട്ടുള്ള ഒരു ഏരിയ കമ്മിറ്റി കൂടിയാണ് കരുനാഗപ്പള്ളിയിലേക്ക്. അപ്പോൾ ഇപ്പോ നടക്കുന്ന സംഭവ വികാസങ്ങൾ പാർട്ടിക്ക് ഭൂഷണമല്ലെന്ന് പാർട്ടിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ജില്ലയായിരുന്നിട്ട് പോലും ജില്ലാ സമ്മേളനം വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ പോലും വളരെ ശക്തമായ നടപടിയിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇത് സ്വാഗതാർഹമാണ്. പാർട്ടി കേഡർ സ്വഭാവത്തിൽ നിന്ന് വഴുതി പോകുന്ന ഘട്ടത്തിൽ പാർട്ടി ശക്തമായി ഇടപെടും എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. പാർട്ടി ഓരോ വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് കൂടിയ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് പാർട്ടിയെ റീബിൽഡ് ചെയ്യുക കരുനാഗപ്പള്ളിയിൽ എന്നുള്ളതിന്റെ ഒരു കടുത്ത നടപടിയായി തന്നെ കാണണം. അത് ഒരു തരത്തിലും ഉൾപാർട്ടി ജനാധിപത്യത്തെ ഹനിക്കുന്നതിനു വേണ്ടിയല്ല, പാർട്ടിയുടെ കെട്ടുറപ്പിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നടപടിയായി ഇതിനെ കാണണം. അത് സ്വാഗതം ചെയ്യേണ്ടത് കൂടിയാണ്. അഡ്വക്കേറ്റ് അസ്കർ, പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവിനെ, അതിന്റെ പ്രാപ്തിയെ, അതിന്റെ സംഘടനാ സംവിധാനം നിലനിർത്താനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ബലത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായി ഈ സംഭവ വികാസങ്ങൾ മാറുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, ഈ കഴിഞ്ഞ 22-നാണ്, ഒക്ടോബർ 22-നാണ് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇടപെട്ട് ഇനി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്കൊക്കെ കടന്നത്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ തൊട്ടു പിന്നാലെ അത് കേൾക്കാതെയുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ശക്തമായ കുലശേഖരപുരം നോർത്തിൽ ഈ ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പാർട്ടി കൊള്ളക്കാരുടെ പിടിയിലാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സേവ് CPM എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ആലപ്പുഴയിലും സമാനമായ രീതിയിൽ ആലപ്പുഴയിൽ നിന്ന് ഒരു CPM നേതാവ് BJPയിലേക്ക് കൂടുമാറുന്നു. അദ്ദേഹം പറയുന്നത് കേരളത്തിലുടനീളം പാർട്ടി ഇപ്പോൾ ഒരു കോക്കസിന്റെ കയ്യിലാണെന്നാണ്. പിന്നെ ഈ പത്തനംതിട്ട തിരുവല്ലയിലെ പ്രശ്നം, അവിടെ സിജിമോനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം രംഗത്തുണ്ട്. അപ്പോൾ അതിലെ പ്രവർത്തന റിപ്പോർട്ട് ആദ്യമായി പ്രതിനിധികളിൽ നിന്ന് തിരിച്ചു വാങ്ങുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ സംസ്ഥാന നേതൃത്വത്തിന്റെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക്, ആ തലത്തിലേക്ക് പാർട്ടിയിലെ വിഭാഗീയത മാറുകയല്ലേ? അതല്ലേ അതിന്റെ സൂചനകളല്ലേ ഈ കാണുന്നതൊക്കെ? 64 ശേഷം CPMന്റെ ചരിത്രം പരിശോധിച്ചതിന് ഇതിനു മുമ്പ് പലപ്പോഴും ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി പാർട്ടി നേരിട്ടുണ്ട്. സഖാവ് MV രാഘവൻ പാർട്ടി വിട്ടു പോകുന്ന ഘട്ടത്തിൽ ആ നേരിട്ട ഒരു പ്രതിസന്ധിയുടെ 10-ലൊന്നോ അല്ലെങ്കിൽ 1000-ലൊന്നോ പോലും ഒരു പ്രതിസന്ധി ഈ ഘട്ടത്തിലില്ല. പാർട്ടിയെ സംബന്ധിച്ച് പുതിയ കാലക്രമത്തിനനുസരിച്ച് പാർട്ടിക്കുള്ളിൽ ചില കോക്കസുകൾ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല. അത് ഒരുപക്ഷെ പുറത്തു പോകുന്ന നേതാക്കന്മാരെ സംബന്ധിച്ചല്ല, അല്ലെങ്കിൽ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അസംതൃപ്തി ഉറഞ്ഞുകൂടിയതിനു ശേഷം അവർ പാർട്ടി വിട്ട് പുറത്തു പോകുന്നതാണ്. അല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് പാർട്ടി ഇപ്പോൾ കോക്കസിന്റെ പിടിയിലാണെന്നൊന്നും കരുതാനാവില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരിട്ട് പങ്കെടുത്തുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും കൂടിയതിനു ശേഷം ഇത്തരമൊരു നടപടിയിലേക്ക്, പാർട്ടി ഏരിയ കമ്മിറ്റിയെ തന്നെ സമ്മേളന കാലയളവിൽ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അത്ര ചെറുതായ ഒരു സംഘടനാ നടപടിയല്ല. മാത്രമല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആണ് ഓരോ ലോക്കൽ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി ഏരിയ സമ്മേളനങ്ങളിൽ മാത്രം പങ്കെടുക്കുന്ന കീഴ്വഴക്കമുണ്ടാകുന്നു എന്നിരിക്കെ
നേരിട്ട് സംസ്ഥാന കമ്മിറ്റി ഒന്നിലധികം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ലോക്കൽ സമ്മേളനങ്ങളും തുടർന്ന് നടത്തുന്നതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശം നൽകിയത്. അത്തരത്തിൽ നടന്നു വരുമ്പോൾ പോലും ഈ ഉൾപാർട്ടി ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന തോതിൽ വിഭാഗീയതയുടേതായിട്ടുള്ള ചില മുഖങ്ങൾ ലോക്കൽ സമ്മേളനങ്ങളിൽ കണ്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഏരിയ കമ്മിറ്റിക്ക് കമ്മിറ്റി സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന പ്രാപ്തിയില്ല എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കടുത്ത നടപടിയിലേക്ക് സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ സെക്രട്ടറിയേറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി, വളരെ നന്ദി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് അഡ്വക്കേറ്റ് ബീൻ ഹസ്കർ, ഇടതു നിരീക്ഷകൻ, നമ്മളോട് ഈ വാർത്തയെ സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു.